പോയി തിന്ന് ചാടുന്നവരുടെ പേര് ഹിന്ദു എന്നാണ്. എടാ, കുഴിയിലേക്കും കാല് നീട്ടിരിക്കുന്ന നികൃഷ്ട ജീവി. നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ മരിച്ച ഒരു ഷവർമ കഴിച്ചിട്ടാണോടാ ശവി മരിച്ചേ? നിന്റെ ഉള്ളിലിരിക്കുന്ന കാളകൂടം വിഷം പകരാതിരിക്കാൻ വേണ്ടി ചത്താലും ചത്തില്ലെങ്കിലും കുഴിയിലേക്ക് അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കണം. ഇവന്മാര് മറ്റുള്ള മതങ്ങളെയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവന്മാരെ തൊള്ള തുറന്ന് നാക്ക് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ചീറ്റുന്നത് മൊത്തം വിഷം. നീയൊക്കെ അടിമകളാക്കിയും അടിയാളനാക്കിയും തല്ലിക്കൊന്നുകൊണ്ടിരുന്ന ജനതയാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. അത് കാണുമ്പോ നിനക്കൊക്കെ അങ്ങ് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ കിളവ. മറ്റാരുമല്ല, ഈ രാജ്യത്തെ തീവ്രവാദികൾ നിന്നെ പോലെയുള്ള വർഗീയ വിഷം നരവാഴകളാണ്. 70s ചിന്താഗതികൾ പുതുതലമുറ വർഗീയവാദികളും തീവ്രവാദികളും ആക്കുന്ന നിന്നെ പോലുള്ള നിന്നെയൊക്കെ കുഴിയിലേക്ക് ഇട്ട് മൂടാൻ വേണ്ടിയിട്ട് നിന്റെ ഒന്നും വാ തുറക്കരുത്. പുതിയ ജനറേഷന് നീയൊക്കെ വഴിയൊരുക്കി കൊടുക്ക്. അവരൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ. നിന്റെയൊക്കെ തലയിൽ അഴുകി ദ്രവിച്ച മതഭ്രാന്തിന്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ. ഒരു ലഹളയോ കലാപോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനോ ഇവന്റെ കുടുംബക്കാരോ ഉണ്ടാവൂല. പാവപ്പെട്ടവൻ തമ്മിലടിച്ച് ആവും. ഇവനൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് ഷോ കാണുമ്പോൾ ഇരുന്ന് കൈയടിക്കും. ദയവ് ഇതുപോലുള്ള നരച്ച കിളവന്മാരെ അണ്ണാക്ക് തോർക്കാനുള്ള ഒരു അവസരം ഇവന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കല്. മനുഷ്യനായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ? തമ്മി കടിച്ചു കയറുന്ന കില്ലപ്പട്ടിയുടെ സംസ്കാരം പോലും ഇല്ലാത്ത നികൃഷ്ട ജീവികള്, വിവരദോഷികള്, നിർഗുണ ജീവികള്. കേരളത്തിൽ വന്ന് നീ ഒന്നും അണ്ണാക്ക് പൊളിക്കണ്ട. ഇത് നിന്റെയൊക്കെ നോർത്ത് ഇന്ത്യ അല്ല. നല്ല വിവരം വിദ്യാഭ്യാസമുള്ള പിള്ളേരെ കൈയുടെ മാസ് എന്ന് പറഞ്ഞാൽ പോരാ, കോലമാസ്. ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. കാരണം പണ്ട് കാലത്ത് ഇവന്മാരൊക്കെ കാൽക്കടിയിലിട്ട് ചവിട്ടി തേച്ചിട്ട് ഒരു സമൂഹം ഉണ്ടല്ലോ. ആ സമൂഹം ഇന്ന് നട്ടല് വിരിച്ച് ഈ നാറികളുടെ മുഖത്ത് നോക്കിയിട്ട് എന്താന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ആർജവിച്ചെടുത്തിട്ടുണ്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സഹോദരങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള പ്രദേശത്ത് കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് പണ്ട് ഇവന്മാര് ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സേവ പണികളില്ലേ, അത് ഇവിടെ വീണ്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എടാ, ഇനിയൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ജനങ്ങൾ മാറി. അവരുടെ തലയ്ക്കകത്ത് ചാണകമല്ല, മനുഷ്യന്റെ തലച്ചോറാണ് ഇരിക്കുന്നത്. അത് പ്രവർത്തിച്ചു തുടങ്ങി. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വർഗീയത പറഞ്ഞു നിർത്താതെ മരിക്കുന്ന സമയത്ത് വല്ല നാമം ജപിച്ച് എവിടെങ്കിലും മൂല കൊതുങ്ങി കൂടാന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇനിയൊക്കെ ഒന്ന് ഒരു പൊടിക്കൊക്കെ നീ ഒന്ന് അടങ്ങ്. ഇതുപോലുള്ള സഹോദരങ്ങളുടെ എന്നൊക്കെ മറുപടി കേട്ട് നീയൊക്കെ നാണം കെട്ട് നാറിപ്പോവല്ലേ. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവൻ ഷവർമയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പരാമർശം നടത്തി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഷവർമ തിന്നതിൽ മരിച്ചത് ഒരു ആയിഷയില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയാ പീറ്റർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷവർമ തിന്ന് മരിച്ചതൊക്കെ ഇവരാണെന്നാ പറയുന്നത്. ശരിക്കും ഫുഡിൽ, വെള്ളത്തിൽ, മതത്തിൽ അങ്ങനെ എന്തിലൊക്കെ വിഷം കലർത്താൻ പറ്റുമോ അങ്ങനെ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷജീവികൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നാശം വിതയ്ക്കുന്ന വർഗങ്ങളാ. ഇവന്മാരെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. വർഗീയത പറയുമ്പോഴത്തേക്ക് ഇവനൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാത്തതിന്റെ കേടുകൊണ്ടാണ് വീണ്ടും അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിലും ശക്തിയായിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ നാറികൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്ന പേപ്പട്ടികൾ കൊണ്ട് പിന്നെ അന്തസ്. ഇത് അതുപോലും ഇല്ലാത്ത നികൃഷ്ട ജീവികൾ. ആ സഹോദര, നിനക്ക് വലിയൊരു സല്യൂട്ട്. കാരണം നിന്നെപ്പോലുള്ള ആൾക്കാർ പ്രതികരിക്കണം. വേടനെ പോലുള്ള ആൾക്കാർ പ്രതികരിക്കുമ്പോൾ വേടന്റെ വരികളെ പേടിക്കുന്ന ഇവന്മാരൊക്കെ പിന്നെ എന്ത് പറയാനല്ല. ഒരു പാട്ടിനെ ഭയക്കുന്ന ഇവനൊക്കെ നമ്മൾ പിന്നെ എന്താ പറയണ്ടേ? ഇവന്റെയൊക്കെ പിന്നെ ഈ വലിയ പിന്നെ കീർവാണം മുഴക്കി ചാനലിനകത്ത് വന്നിരുന്നോണ്ട് കുരയ്ക്കുമല്ലോ, ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്തെന്നു. ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരാൾ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെ ഭയക്കുന്ന ഇവനെ പോലുള്ള ഭീരുക്കളെ കുറിച്ചിട്ട് ഇനി ഒരു പുല്ലും പറയാനില്ല. നീ ഇനിയെങ്കിലും നിർത്തിയില്ലാതുണ്ടെങ്കിൽ ഇതുപോലെ 100 കണക്കിന് 1000 സഹോദരങ്ങൾ വന്നിട്ട് മറുപടി തരുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ വാ തുറക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. കിണ്ണം കാച്ചിയ മറുപടി. എന്റെ സഹോദര, നീ